ഡോക്ടറെ, ഈ വെരിക്കോസ് വെയിനും മുട്ടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ശരിക്കും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് തന്നെ ഒട്ടനവധി പേര് ഈ ഒരു ഡൗട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ശരിക്കും വെരിക്കോസിറ്റീസ് മുട്ടുവേദന കോസ് ചെയ്യാൻ പര്യാപ്തമായ ഒരു കാര്യമാണ്. എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വെരിക്കോസ് വെയിൻ വരുമ്പോൾ അതിനകത്ത് രക്തചംക്രമണത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ സിരകളിലുള്ള വാൽവുകൾ, ഈ വാൽവുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അതുപോലെ അതൊന്ന് കുറച്ച് വീക്കനായി പോവുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ദുർബലപ്പെടുകയോ ചെയ്ത് കഴിയുമ്പോൾ ഈ സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതെ വരും. അപ്പോൾ അതൊരു അവിടെ രക്തം തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനത്തിന് തകരാറുണ്ടാവും. അപ്പോൾ ഒരു ബ്ലഡ് പൂളിംഗ് ഉണ്ടാവും. ബ്ലഡ് പൂളിംഗ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും, നീരുണ്ടാവും. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇതുകൊണ്ട് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പല പേഷ്യൻസിലും കണ്ടിട്ടുള്ളതാണ്. ഈ മുട്ടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് സ്പൈഡർ പോലെയും അതുപോലെ നമ്മൾ കുറച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ ഇരിക്കുന്നത് പോലെയൊക്കെ അനാസ്റ്റമോസിസ് ആയിട്ട്, വീനസ് അനാസ്റ്റമോസിസ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് പൂളിംഗ് ഉണ്ടാക്കുന്ന സംഭവം ഈ രക്തം കുറച്ച് സർക്കുലേഷൻ തിരിച്ചു വരാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ ഈ മുട്ടിലേക്ക് ഇത് ഒരു പ്രഷർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു അവിടെ നിന്ന് ഒരു നല്ല ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടൊരു പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും ഈ ഏരിയയിൽ സോഫ്റ്റ് ടിഷ്യൂ കുറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നീരുണ്ടാകും, അതുപോലെ വേദനയുണ്ടാകും. ആ ഒരു പ്രഷർ കൊണ്ട് തന്നെ നമുക്ക് വേദന ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് വേദന ഉള്ളവരാണെങ്കിൽ ആ വേദന കൂടും. കൂടാതെ നമുക്കിപ്പോൾ മെനിസ്കൽ ടയറൊക്കെ കുറച്ച് നിന്നൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളിലൊക്കെ വളരെ കോമൺ ആണ്. 40 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള മെനിസ്കൽ ടയറൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ആ അവസ്ഥകളെയൊക്കെ ഇത് കൂട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്ക് അതൊരു തേയ്മാനം എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ചേഞ്ച്, കാർട്ടിലേജിനെയൊക്കെ വീക്കാക്കിക്കൊണ്ട് ഒരു ഡീജനറേറ്റീവ് ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളവർ കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്ററിൽ പോയി കൃത്യമായ ചിട്ടയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെയാണ് അതിനുള്ള ഒരു പരിഹാരം. കാരണം ഇത് ആദ്യം ചെറിയ ചെറിയ രീതികളിൽ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ വെയിനേ ഉള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ ആകുമ്പോൾ അത് സ്വെല്ലിംഗ് ഉണ്ടാക്കുകയും ഒട്ടനവധി പ്രശ്നങ്ങൾ, ഇത്തരത്തിലൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.